പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ. പ്രാർത്ഥിക്ക സ്നേഹനാഥേ, അമ്മയുടെ പക്കലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം. നീറുന്ന മാനസത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളും ചേർത്ത് വെച്ച് ഗാനത്തോട് ചേർന്ന് പാടാം ഒരുമയോടെ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീത കീഴും നമ്മേ. ചേർന്ന് പാടാം. എല്ലാവരും ഒന്ന് ചേർന്ന് നിത്യസഹായനാഥേ, നിത്യസഹായനാഥേ പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ. പ്രാർത്ഥിക്ക സ്നേഹനാഥേ. പ്രാർത്ഥനയോടെ കരങ്ങൾ ഹൃദയത്തോട് നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. കണ്ണുകളെ നമുക്കൊന്ന് അടയ്ക്കാം. ഇന്ന് ദിനത്തിലെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, കുടുംബങ്ങളിൽ നിന്നും വിദൂരങ്ങളിലായിരിക്കുന്നവരൊക്കെ നമുക്ക് ഓർക്കാം, സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ വഴിയായി ദൈവസന്നിധിയിൽ നിന്ന് ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്കും കുടുംബജീവിതങ്ങളിലേക്കും പകർന്നു നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധ അമ്മ വഴി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, അമ്മയുടെ ചാരെ ചേർന്ന് നിൽക്കുന്ന പ്രിയ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ കടാക്ഷിക്കണമേ. ദൈവീക കൃപകളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കണമേ. നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്നിൻ്റെ വചന ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 തിരുവചനങ്ങൾ. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ച് തിരികെ പോയി സഹോദരനുമായി രമ്യതപ്പെടുക, പിന്നീട് വന്ന് ബലിയർപ്പിക്കുക. ഈശോമിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നു. ഈശോയുടെ വലിയ കൃപയും അനുഗ്രഹവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നതിൽ ഒത്തിരി സന്തോഷം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിമല സങ്കേതം ഈ ശുശ്രൂഷയിൽ കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ. വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്, വലിയ ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങളാണ്. നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം. പ്രത്യേകമായിട്ട് ശാലോം കൂട്ടായ്മയിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ആരാധനയിൽ പ്രത്യേകം അത് എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആത്മീയ കൂട്ടായ്മയിൽ നമ്മൾ ഒന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥനയിൽ മുന്നേറുന്ന ദിനങ്ങൾ ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം കേട്ടോ. ഈ ദിനങ്ങളിലൂടെ നമ്മളെ കൈപിടിച്ച് നയിക്കുന്ന ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന് തടസ്സം നിൽക്കുന്നതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുവാൻ, ദൈവിക ചൈതന്യത്തിന് തടസ്സം നിൽക്കുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി ദൈവകൃപയിൽ കൂടുതൽ ആഴപ്പെട്ട്, അതാണ് ഈ ശുശ്രൂഷയുടെ വലിയൊരു ലക്ഷ്യമെന്ന് പറയുന്നതാണ്, ദൈവത്തോട് കൂടുതൽ ആഴപ്പെടുവാനും
ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ എന്നും ജീവിക്കുവാനുമായിട്ട് ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മ ഇങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തിയതുപോലെ അമ്മയെ ഞങ്ങളെല്ലാവരെയും ഈശോയുടെ കൃപയിലേക്ക്, അഭിഷേകത്തിലേക്ക് ചേർത്ത് നിർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം വചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 5:23-24 നമുക്ക് സുപരിചിതമായൊരു വചനമാണ്. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ കാഴ്ചവസ്തു അവിടെ വെച്ച് തിരികെ പോയി സഹോദരനുമായിട്ട് രമ്യതപ്പെടുക, അതിനുശേഷം വന്ന് ബലി അർപ്പിക്കുക. തമ്പുരാൻ നോക്കിയേ, വലിയ ഒരു സ്നേഹത്തിൻ്റെ ഒരു ആഹ്വാനം അത്. നമ്മുടെ ബലിയർപ്പണങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകാര്യമാകണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ശത്രുതയുണ്ടാകാൻ പാടില്ല, വെറുപ്പുണ്ടാകാൻ പാടില്ല, വിദ്വേഷമുണ്ടാകാൻ പാടില്ല. ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുള്ളൊരു കൃപ നമുക്ക് കിട്ടണം. ദൈവകൃപ നമ്മിലേക്ക് കടന്നു വരുന്നതിന് തടസ്സം നൽകുന്ന മേഖലകളാണ്. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ് ആരോടെങ്കിലും വെറുപ്പ്, പക, വിദ്വേഷമൊക്കെ ഉണ്ട്. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. ഗലാത്യ ലേഖനം 5:22-23 വചനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതിലൊരു ഫലമാണ് ക്ഷമ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കുവാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു സ്നേഹബന്ധത്തിൽ ദൃഢതയോടെ മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഈ ദിവസം നമ്മൾ ഈ ശുശ്രൂഷയിലായിരിക്കും പ്രത്യേകം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണോട് എല്ലാവരും. നമ്മുടെ കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ, നമ്മുടെ ജീവിത മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ ഈശോയ്ക്ക് അത് വിട്ടുകൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള വലിയൊരു കൃപ ദൈവം നമുക്ക് നൽകുമെന്നതിൽ സംശയമില്ല. ഒത്തിരി പേരുടെ ഒരു പ്രാർത്ഥന നിയോഗമാണ്, അല്ലെങ്കിൽ പല ധ്യാന സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, ഇടവക ധ്യാനങ്ങൾക്ക് പോകുമ്പോൾ, പൊട്ടയിലും ഡിവൈനിലൊക്കെ ധ്യാനിക്കാനായിട്ട് കടന്നു വരുമ്പോൾ ഒത്തിരി പേര് പറയുന്നൊരു നിയോഗം വെച്ചാൽ ഞങ്ങൾക്കൊന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങളുടെ തലയിൽ നിന്ന് കൈവച്ച് പ്രാർത്ഥിക്കാമോ? ചിലപ്പോഴെങ്കിലും ആഗ്രഹമുണ്ട്, പക്ഷേ ആ സാഹചര്യം വീണ്ടും മനസ്സിലേക്ക് അവരെ കാണുമ്പോൾ, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ വലിയ സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ വീണ്ടും കടന്നു വരികയാണ്. അപ്പോൾ അതിൽ നിന്നും ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന, മുറിപ്പെടുത്തിയിട്ടുള്ള എല്ലാ അനുഭവങ്ങളിൽ നിന്നും വിടുതൽ നൽകണമേ, മോചനം നൽകണമേ. പലരും പറയും, ശത്രുവാണ് എന്നോടിത് ചെയ്തതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ എൻ്റെ ഉറ്റമിത്രം. വചനം അങ്ങനെയാണല്ലോ. സങ്കീർത്തനം 55:12-13 തിരുവചനം, ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത്, ആയിരുന്നെങ്കിൽ എനിക്ക് സഹിക്കാമായിരുന്നു. എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നത്, ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്നും മറഞ്ഞിരിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായ നീ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾ, എൻ്റെ സ്വന്തമെന്ന് ഞാൻ കരുതിയവർ എന്നെ വേദനിപ്പിച്ചപ്പോൾ ഉണ്ടായ സങ്കടങ്ങളാണ്. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മളതിനെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നമുക്കതിൽ നിന്നൊരു വിമോചനം ലഭിക്കും, വിടുതൽ ലഭിക്കും. ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുള്ള കൃപ നൽകി ഈശോ നമ്മളെ അനുഗ്രഹിക്കും. അമ്മയുടെ മാധ്യസ്ഥം ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ എനിക്കുണ്ടായ ഒരു കൊച്ചനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഉണ്ടായ ഒരു കൊച്ചനുഭവം. ഒരിക്കലൊരു ധ്യാനത്തിൻ്റെ ഭവന സന്ദർശന വേള. ഞാനൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. ഒരു 2 നില വീട്. ഞാൻ കോളിംഗ് ബെല്ലടിച്ചു. അവിടുത്തെ അപ്പച്ചൻ വന്ന് വാതിൽ തുറന്നു. അപ്പച്ചനും അമ്മച്ചിയാണ് ആ വീട്ടിലുള്ളത്. ഞാൻ അവരോട് അല്പമൊക്കെ ഒന്ന് സംസാരിച്ചു. പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അമ്മ സങ്കടത്തോടെ ഒരു പ്രാർത്ഥനാ നിയോഗം പറഞ്ഞു. അച്ഛാ, മുകളിലത്തെ നിലയിൽ ഞങ്ങളുടെ മകനും മരുമകളും കുഞ്ഞുങ്ങളും താമസിക്കുന്നുണ്ട്. 6-7 മാസങ്ങൾക്ക് മുൻപ് വീട്ടിലുണ്ടായ ഒരു ചെറിയൊരു പിണക്കം, ഞാനും മകളും തമ്മിലുള്ള ചെറിയൊരു അസ്വസ്ഥത, അതിനുശേഷം അവർ മുകളിലേക്ക് താമസം മാറ്റി. ഞങ്ങളോട് മിണ്ടുന്നില്ല, താഴേക്കൊന്നും ഇറങ്ങി വരുന്ന പോലുമില്ല, കുട്ടികളെ പോലും താഴേക്ക് വിടുന്നില്ല. വലിയ സങ്കടമാണ്, വലിയ ഭാരമാണ് മനസ്സിന്. മക്കൾ മുകളിലുണ്ടായിട്ടും മിണ്ടുന്നില്ലല്ലോ. ഈ വലിയൊരു സങ്കടം, വലിയൊരു പ്രയാസം. എന്നിട്ട് അമ്മച്ചി പറഞ്ഞു, അച്ഛൻ, ഞങ്ങളുടെ മകനുണ്ടായ മൂത്ത കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ ആദ്യ കുർബാന കൈക്കൊള്ളപ്പാടാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനം കഴിഞ്ഞ് വരുന്ന ആഴ്ചയിൽ. അച്ഛാ, ഞങ്ങളുണ്ടല്ലോ ആ കുഞ്ഞിനെ എന്തോ ഒരു സ്നേഹത്തോടെ വളർത്തുകയെന്നറിയാവോ? നമുക്കറിയാം, വല്യമ്മച്ചിമാരൊക്കെ ഈ പിള്ളേരെയൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ വളർത്തുന്നത് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മൾ കാണുന്നതല്ലേ. എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഞാൻ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ വീട്ടിൽ ആദ്യം ഉണ്ടായ കൊച്ചുമോന.
അപ്പം ഞങ്ങൾ വലിയ സ്നേഹത്തോടെയാണ് കുഞ്ഞിനെ വളർത്തിയത്. പക്ഷേ ഇന്നിതാ മറ്റുള്ള എല്ലാവരെയും അവൻ വിളിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങളോട് കുഞ്ഞിൻ്റെ ആദ്യ കുർബാനയാണെന്നൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ അമ്മച്ചിയുടെ കണ്ണിലൂടെ കണ്ണുനീര് വരുന്നുണ്ട്. വലിയ സങ്കടം. അപ്പച്ചനൊന്നും പറയുന്നില്ലെങ്കിലും അപ്പച്ചൻ്റെ മനസ്സിലും മുഖത്തും ആ ഒരു സങ്കടം നിഴലിച്ചു നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അവരോട് പറഞ്ഞു തുടർന്നുള്ള ധ്യാന ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കെടുക്കണം. അന്നൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ ചൊവ്വാഴ്ച വൈകുന്നേരം വരണമെന്ന് പറഞ്ഞു. അവർ വരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ധ്യാനത്തിലൂടെ തമ്പുരാൻ്റെ വലിയൊരു അഭിഷേകം നിങ്ങളിൽ ഉണ്ടാകും. അങ്ങനെ അവരോട് പറഞ്ഞു. മുകളിലത്തെ നിലയിൽ മകനും മരുമകളും കുഞ്ഞുങ്ങളും ഉണ്ട്. അവരെയും പ്രാർത്ഥിച്ചു. അവരോടും പറഞ്ഞു നിങ്ങൾ ധ്യാനത്തിന് വരണം. ഈ അസ്വസ്ഥതകൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങളൊക്കെ മാറും. നിങ്ങൾ ധ്യാനത്തിന് വരണം. അങ്ങനെ അവരും ധ്യാനത്തിന് വന്നു. ബുധനാഴ്ച നന്നായിട്ട് ഒരുങ്ങി ഒന്ന് കുമ്പസാരിച്ചു. ബുധനാഴ്ച വൈകുന്നേരം ഞങ്ങളുടെ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൊരു മാമോദിസ വ്രത നവീകരണ ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ചുള്ള ഒരു ശുശ്രൂഷകളാണ്. ആ ശുശ്രൂഷ അത് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു നമ്മൾ പരസ്പരം തിരികൾ കൈമാറാനായിട്ട് പോകുന്ന സമയം, പരസ്പരം തിരികൾ കൈമാറുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആരോടെങ്കിലും സങ്കടങ്ങളോ പ്രയാസങ്ങളോ ക്ഷമിക്കാൻ പറ്റാത്ത ഏതെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ തിരികൾ കൈമാറണം. ആദ്യം കുടുംബാംഗങ്ങൾ തമ്മിൽ തിരികൾ കൈമാറി, തുടർന്ന് തൊട്ടടുത്തുള്ളവർ, അങ്ങനെ ഒരു 10, 25, 30 പേർക്ക് തിരികൾ കൈമാറണം. പ്രിയമുള്ളവരെ, അന്ന് അപ്പച്ചനും അമ്മച്ചിയും മക്കൾക്കൊക്കെ തിരികൾ കൈമാറി. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവരെ ധ്യാനത്തിനൊക്കെ വന്നു. പിന്നീട് ഞാനിവരെ കാണുന്നില്ല കേട്ടോ. ധ്യാനത്തിൽ പങ്കെടുത്ത് പോകുന്നു എന്നതൊഴിച്ചാൽ ഇവരോട് അങ്ങനെ സംസാരിക്കാനൊന്നും പോകുന്നില്ല. വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കുടുംബം ഒന്നിച്ചുള്ള ദാമ്പത്യവ്രത നവീകരണ ശുശ്രൂഷയും സ്നേഹവിരുന്നും ഒക്കെ കഴിഞ്ഞ് ഇതാ ആളുകൾ ഭവനങ്ങളിലേക്ക് തിരികെ പോകുമ്പോൾ ഈ അപ്പച്ചനും അമ്മച്ചിയും ഈ കുടുംബം ഇങ്ങനെ കാണാൻ നിൽക്കുക. ഇപ്പം ഞാനിങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ അമ്മച്ചി ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വരികയാണ്. അമ്മച്ചി വന്നുകൊണ്ട് അമ്മച്ചി വരുമ്പോൾ എൻ്റെ മനസ്സിൽ ചൊവ്വാഴ്ചത്തെ ആ ഒരു ചിത്രമുണ്ട്. പക്ഷേ ഇന്ന് അമ്മച്ചിയുടെ മുഖത്ത് വലിയ സന്തോഷമുണ്ട്, കണ്ണുകളിൽ നല്ല തിളക്കമുണ്ട്. അമ്മച്ചി ഒറ്റയ്ക്കല്ല വരുന്നത്, അമ്മച്ചിയുടെ കൂടെ ഈ ആദ്യ കുർബാനയ്ക്കുള്ള കുഞ്ഞുണ്ട്. എന്നിട്ട് അമ്മച്ചി പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കൈമാറി, ഞങ്ങൾ പരസ്പരം ക്ഷമിച്ചു, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. തുടർന്നുള്ള ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. അവർ മുകളിൽ നിന്ന് താഴേക്ക് വന്നു. അപ്പോൾ വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവം. പ്രിയമുള്ളവരെ, ഒരു കൊച്ചു കാര്യത്തിൻ്റെ പേരിലൊക്കെ ആയിരിക്കും പിണക്കങ്ങൾ ഉണ്ടാവുന്നത്. ഒന്ന് സാരമില്ലെന്ന് പറയുവാൻ, ഒന്ന് ക്ഷമിക്കുവാനായിട്ട്, ഒന്ന് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അത് വലിയ ദൈവാനുഗ്രഹം കടന്നു വരുന്നതിന് കാരണമായി തീരും. അപ്പം നമ്മൾ സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോഴാണ് സ്വർഗസ്ഥനായ പിതാവ് നമ്മളോട് ക്ഷമിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 18:35 തിരുവചനം, നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനായിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ ഹൃദയമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഒന്ന് കണ്ണടച്ചാൽ, ഒന്ന് സാരമില്ലെന്ന് പറഞ്ഞാൽ, ഒന്ന് സോറി പറഞ്ഞാൽ തീരാവുന്നതൊക്കെയല്ലേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ. അപ്പോൾ അവയൊക്കെ ഒന്ന് നമുക്കൊന്ന് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ദിവസങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം തന്നെ ഒരു കൊച്ചു സംഭവം കൂടെ നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. ഞാൻ പട്ടം കിട്ടിയിട്ട് ആദ്യത്തെ വർഷം തലശ്ശേരി രൂപതയിൽ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുക. ഇടവകയിലേക്ക് കടന്നു ചെന്നപ്പോൾ വികാരിയച്ഛൻ പറഞ്ഞു പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, വേദപാഠ ക്ലാസ്സുകളിലൊക്കെ പോകണം, കുർബാനയിൽ അവരെ കേൾത്താരപാലന്മാരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം ഇങ്ങനെ പല ഉത്തരവാദിത്വങ്ങളും ഏൽപ്പിച്ചു. അപ്പം എന്നോട് പറഞ്ഞു പിള്ളേർ പള്ളിയിലൊക്കെ വർത്തമാനം പറയാൻ സാധ്യതയുണ്ട്, അച്ഛൻ അതൊക്കെ നോക്കണം. അപ്പം ഞാനങ്ങനെ അല്പം സ്ട്രിക്റ്റായിട്ട് പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പിള്ളേർ പള്ളിയിലൊക്കെ വർത്തമാനം പറയുന്നുണ്ട്, ഞാനങ്ങനെ പാടില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇങ്ങനെ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആദ്യ നാളുകൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം, ഒരു ഞായറാഴ്ച, അത് ഒരു ഫൊറോന പള്ളി, വൈകുന്നേരം 5 മണിക്ക് കുർബാനയുണ്ട്, വൈകുന്നേരം കുർബാനയുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ കുർബാന ഞാൻ ചെല്ലുമ്പോൾ ഞാൻ അൾത്താരയിലേക്ക് ഉടുപ്പൊക്കെയിട്ട് അൾത്താരയിലേക്ക് ബലിയർപ്പിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിങ്ങനെ പള്ളി കൂടി ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ കുർബാന തുടങ്ങിയ സമയം തൊട്ട് ഈ കുഞ്ഞിങ്ങനെ ഓടിക്കളിക്കുന്നു. കുർബാനയ്ക്ക് വന്നവരെല്ലാവരും ഈ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിൻ്റെ മാതാപിതാക്കൾ വന്ന് ഇതിനെ എടുക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. അപ്പം മുന്നിലേക്കൊക്കെ കയറി വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുന്നു. അപ്പം ഞാനൊക്കെ നോക്കി, കൊച്ചെന്നെ കണ്ട മൈൻഡ് പോലും ഇല്ല, കുഞ്ഞെല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുക. അപ്പം അങ്ങനെ ബൈബിൾ വായനയായി, ഞാൻ സുവിശേഷം വായിച്ചു കഴിഞ്ഞു. പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയപ്പോഴും ഈ കൊച്ചിൻ്റെ ഓട്ടവും കളിയും ചിരിയും ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ ഒന്ന്
എടുത്ത് നിങ്ങളുടെ കരങ്ങളിൽ വയ്ക്കുക, മറ്റുള്ളവർക്കും അസ്വസ്ഥത ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുഞ്ഞിൻ്റെ അമ്മ വന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി. ഞാൻ തുടർന്ന് പ്രസംഗമൊക്കെ പറഞ്ഞു. കുർബാനയൊക്കെ കഴിഞ്ഞു. കുർബാനയൊക്കെ കഴിഞ്ഞ് ഒരു 6:30 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ റൂമിലിരിക്കുന്ന സമയത്ത് തന്നെ കാണാനായിട്ടൊരു സഹോദരൻ വന്നു. അപ്പോൾ സഹോദരൻ കടന്നു വന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്: അച്ഛൻ, ഒരു സങ്കടം പറയാനാണ് ഞാൻ വരുന്നത്. ഞാൻ ആ സഹോദരനെ കസേരയിലിരുത്തി. സംസാരിച്ച കാര്യം ഇതായിരുന്നു: അച്ഛാ, ഇന്ന് കുർബാനയ്ക്ക് എൻ്റെ ഭാര്യ കുഞ്ഞിനെയും കൊണ്ടായിരുന്നു വന്നത്. പക്ഷേ അവൾ കുർബാന കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വളരെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടാണ് വന്നത്. ഓടിക്കളിച്ച കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് അച്ഛൻ പറഞ്ഞപ്പോൾ ആൾക്കാരുടെ ഇടയിലൂടെ മുന്നോട്ട് കടന്നു വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയപ്പോൾ അവൾക്ക് വലിയ സങ്കടമായി, വലിയ വിഷമമായി. അപ്പോൾ ഈ കാര്യം എന്നോട് സംസാരിക്കുകയാണ്. എൻ്റെ ചേട്ടൻ പറഞ്ഞാ, ഈ കുഞ്ഞ് ഭയങ്കര വികൃതിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലത്തെ ഉച്ചത്തെയും കുർബാനയ്ക്കൊന്നും കൊണ്ടുവരാത്തത്, വൈകുന്നേരം കൊണ്ടുവന്നത്. അവളാണെങ്കിൽ കുർബാനയ്ക്കൊന്നും പോകണമെന്ന് വാശി പിടിക്കുന്നവളാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഒരു സങ്കടം തോന്നി. ഇനിയിപ്പോൾ ഞാൻ കാരണം ഇവരിനി കുർബാനയ്ക്ക് വരാതിരിക്കാൻ പാടില്ലല്ലോ. ഈ കുഞ്ഞ് കരി ഓടിക്കളിച്ചതാണ്. അപ്പം ഞാൻ അന്നേരം അങ്ങനെ പറഞ്ഞുവെങ്കിലും ഇനി ഒരിക്കലും ഇതിൻ്റെ ആത്മീയ ജീവിതത്തിൽ കുർബാനയിൽ നിന്ന് അകന്നു നിൽക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, സാരമില്ല. എന്നിട്ട് ഞാൻ ഈ ചേട്ടൻ്റെ ഒപ്പം, ഈ സഹോദരൻ്റെ ഒപ്പം ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെന്നു. ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്ന് അല്പനേരം കുഞ്ഞിനോടൊക്കെ ലാളിച്ച് സംസാരിച്ചു. ചേച്ചിയോട് പറഞ്ഞു, ഞാനിങ്ങനെയൊന്നും ഉദ്ദേശിച്ചതല്ല. അപ്പോൾ പിള്ളേർ ഓടിക്കളിച്ചപ്പോൾ ഒന്ന് എടുക്കാനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ പള്ളിയിലേക്കൊന്നും വരാതിരുന്നേക്കല്ലേ, സങ്കടപ്പെടല്ലേ, അതൊക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അവരോട് സംസാരിച്ചു. അവരോടൊരു സോറിയൊക്കെ പറഞ്ഞു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. തുടർന്നുള്ള നാളുകളിലൊക്കെ കുടുംബം ദേവാലയത്തിലേക്കൊക്കെ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കാണാനായിട്ട് ഇടവന്നിട്ടുണ്ട്. പ്രിയമുള്ള ഒരു കൊച്ചു സംഭവം എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയധികം ചിന്തകൾക്ക് മാറ്റം കുറിച്ച ഒരു കാര്യം ആയിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് പള്ളിയിലേക്കൊക്കെ ഈ മാതാപിതാക്കൾ വരുമ്പോൾ അവർക്ക് വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഈ പിള്ളേരെ കൊണ്ടുവരിക എന്നുള്ളതല്ലേ. ഞങ്ങൾക്കറിയാം, മാതാപിതാക്കൾക്ക് അറിയാമല്ലോ. ഒരു കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ, പിള്ളേർക്ക് പള്ളിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിശാലമായ സ്ഥലമായി, കൂട്ടുകാരായി, ഓടിപ്പിടുത്തമായി, കളികളായി, പല പല കാര്യങ്ങളിൽ പിള്ളേർ വ്യാപൃതരാണ്. കർത്തന്മാർക്ക് സത്യം പറഞ്ഞാൽ മുഴുവൻ കുർബാന പോലും കാണാൻ പറ്റിയല്ല, അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ. പ്രിയമുള്ളവരെ, ഈ പിള്ളേർ പള്ളിയിൽ വരുമ്പോൾ താരയിലേക്കൊക്കെ കടന്നു വരും. പല കാര്യങ്ങൾ കാണുമ്പോൾ കൗതുകമാണ്. പിള്ളേരെങ്ങനെ വളരട്ടെ. ഇപ്പോഴുണ്ടല്ലോ എൻ്റെ ചിന്തയിൽ വന്ന വലിയൊരു മാറ്റം ആ ഒരു സംഭവത്തോടു കൂടി. ഇപ്പം ഞാൻ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ പിള്ളേരൊക്കെ ഒത്തിരി ഉണ്ടാകും. പോപ്പുലർ മിഷൻ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ പറയും, മക്കളെല്ലാവരും കൊണ്ടുവരണം എന്നൊക്കെ പറയും. അപ്പോൾ ഒത്തിരി പിള്ളേരുണ്ടാകും, അവരിങ്ങനെ ഓടിക്കളിക്കാറുണ്ട്. ചിലപ്പോൾ ഈ പിള്ളേരുണ്ടല്ലോ, നമ്മൾ ഈ പ്രസംഗമൊക്കെ പറയാൻ തുടങ്ങും, പള്ളിയുടെ നടുവിലൂടെ ഇങ്ങനെ മുന്നോട്ട് വരും. അപ്പോൾ നമ്മളെല്ലാവരും അതിനെ നോക്കിയിരിക്കും. ഞാൻ എത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാലും ഒരു കൊച്ചു വന്നാൽ ഞാനും നോക്കും, കേട്ടിരിക്കുന്ന ഓഡിയൻസും നോക്കും. അപ്പം ഞാനിങ്ങനെ പിള്ളേരോട് പറയും, ചിലപ്പോൾ ആൾത്താരയിലൊക്കെ കയറുന്ന പിള്ളേരാണെങ്കിൽ പറയും, അച്ഛനാകാനുള്ള കൊച്ചാന്നൊക്കെ പറയും, അല്ലെ സിസ്റ്ററാകാനുള്ള കൊച്ചാന്നൊക്കെ പറയും. അവരെ ഇങ്ങനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തും. മാതാപിതാക്കൾ വന്ന് അവരൊക്കെ എടുത്തുകൊണ്ട് പോകും. ഞാൻ പറയും, പിള്ളേരെ ഓടിക്കളിച്ചോട്ടെ, സാരമില്ല. പ്രിയമുള്ളവരെ, ഓർക്കണം കേട്ടോ, ഒരു കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടുവരുമ്പോൾ, ഈ കുഞ്ഞിങ്ങനെ ആൾത്താരുടെ മുന്നിലേക്ക് പോകുമ്പോൾ ഈ അമ്മയും അപ്പനും ഉണ്ടല്ലോ, അവരിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുക, ഈശോയെ, കൊച്ചാൾത്താരിലൊന്നും കയറില്ല, വേഗം ഇങ്ങോട്ട് വരട്ടെ. ഇനി ഞാനിപ്പോൾ പോയി കുഞ്ഞിനെ എടുത്താൽ ചിലപ്പോൾ കുഞ്ഞ് ഓടും, എടുക്കാൻ പോയില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ വിചാരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചിന്തകളിലൂടെ കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിലുണ്ട് ഒരു കൊച്ചനുഭവം. ഞാൻ അവരോട് പോയിട്ടൊരു സാരമില്ലെന്നൊക്കെ ഒന്ന് പറയുവാനായിട്ട് തമ്പുരാൻ എന്നെ അനുവദിച്ചു. അത് അവരുടെ ജീവിതത്തിലൊരു സന്തോഷത്തിന് കാരണമായി, ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് അതൊരു കാരണമായി തീർന്നു. അതുപോലെ ഒത്തിരി കുഞ്ഞു കാര്യങ്ങളിൽ ഒന്ന് സാരമില്ലെന്ന് പറയുവാൻ, ഒന്ന് സോറി പറയുവാൻ, ഒന്ന് കണ്ണടയ്ക്കുവാൻ, ഇത്രയൊക്കെ സാധിക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ദൈവകൃപ അതുവഴിയായിട്ട് കടന്നു വരുവാനായിട്ട് കാരണമായി തീരും. അതാണല്ലോ ഈശോ പറയുന്നത്, നിൻ്റെ സഹോദരനോട് നീ എപ്രകാരം ക്ഷമിക്കുന്നുവോ അതുപോലെയാണ് ദൈവം നിന്നോട് ക്ഷമിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 35 വരെ നിർഭയനായ ഭൃത്യൻ്റെ ഒരു ഉപമ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇല്ലേ? തൻ്റെ യജമാനന് 10,000 താലന്ത് കടപ്പെട്ടിരുന്നവൻ, ഇത് യജമാനൻ അത് ഇളച്ചു കൊടുക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അവന് അത് തിരികെ കൊടുക്കാൻ നിവൃത്തിയില്ലെന്ന് കണ്ട് യജമാനൻ അതിനെ ഇളച്ചു കൊടുക്കുന്നു. പക്ഷേ തൻ്റെ സഹസേവകൻ തരാനുള്ള ഒരു കൊച്ചു തുക ഇവൻ ഇളച്ചു കൊടുക്കുന്നില്ല. തിരികെ യജമാനൻ വിളിക്കുന്നു, മുഴുവൻ തുകയും അടയ്ക്കുന്നത് വരെ അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ തമ്പുരാൻ എന്തോ ഒരു സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മളോട് ക്ഷമിക്കുന്നുണ്ട്. നമ്മുടെ വീഴ്ചകളിൽ സാരമില്ലെന്ന് പറയുന്നുണ്ട്. എന്നോട് ഇത്രയും കരുണ തമ്പുരാൻ കാണിക്കുന്നുണ്ടെങ്കിൽ
എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാനും കരുണ കാണിക്കേണ്ടേ? അതല്ലേ വചനത്തിൽ നാം കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 6:12, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ. ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിലുള്ളൊരു കാര്യമാണ്, ഞങ്ങൾ എപ്രകാരമാണോ ക്ഷമിക്കുന്നത് ഈശോയെ, അതുപോലെ നീ ഞങ്ങളോട് ക്ഷമിച്ചാൽ മതി. പ്രിയമുള്ളവരെ, നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാൻ്റെ വലിയ കൃപകൾ നമ്മിലേക്ക് കടന്നു വരും. നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് പൂർവ്വ യോസേപ്പിൻ്റെ ഒരു അനുഭവം. ഉൽപ്പത്തിയുടെ പുസ്തകം 45-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വചനം കാണുന്നത്. ഇങ്ങനെയാണ്: എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട, കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. പൂർവ്വ യോസേപ്പിൻ്റെ ജീവിതം നമുക്കറിയാം. സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ തള്ളി കൊല്ലുവാനായിട്ട് അടിമയായിട്ട് വിൽക്കുന്നു. അവിടുന്ന് പല മേഖലകളിലൂടെ യാത്ര ചെയ്ത് അവസാനം ഫറവോയുടെ പക്കലായിരിക്കുന്ന ഈ പൂർവ്വ യോസേപ്പ് ക്ഷാമം വരുന്ന സമയത്ത് തൻ്റെ സഹോദരങ്ങൾ കടന്നു വരുമ്പോൾ അവരോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾ ചെയ്തത് ദൈവം നിങ്ങൾക്ക് മുൻപേ എന്നെ ഇങ്ങോട്ട് അയച്ചതായിരുന്നു. അതിലോർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട, ദുഃഖിക്കേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. ക്ഷമിക്കുന്ന പൂർവ്വ യോസേപ്പിൻ്റെ അനുഭവം, ദൈവമാണ് ഇപ്രകാരം എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചത് എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ നിറവ്. പ്രിയമുള്ളവരെ, തമ്പുരാൻ്റെ കൃപകൾ കടന്നു വരുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു മേഖലയാണ്. ആരോടെങ്കിലും പകയോ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ദൈവാനുഗ്രഹത്തിൻ്റെ തടസ്സമാണ് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. സമർപ്പിക്കണം, പ്രാർത്ഥിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ലാസർ ഈശോയുടെ സ്നേഹിതനായിരുന്നു. അവൻ്റെ മരണത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോടൊപ്പം അവൻ്റെ കല്ലറയെങ്കിലേക്ക് പോകുന്ന ഈശോ. യോഹന്നാൻ്റെ സുവിശേഷം 11:39 തിരുവചനം യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. കല്ലറയെങ്കിൽ യേശുവും യേശോയുടെ കൂടെ ഒത്തിരി ആളുകൾ നിൽക്കുമ്പോൾ ആളുകളോട് ഈശോ പറയുന്നതാണ്, ആ കല്ലെടുത്ത് മാറ്റുവിൻ. പ്രിയമുള്ളവരെ, ലാസറിനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉയർപ്പിച്ച ഈശോയ്ക്ക് ആ കല്ലെടുത്ത് മാറ്റുവാൻ യാതൊരു പ്രയാസവുമില്ല, നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് ഈശോ അങ്ങനെ പറയുന്നു? വിശുദ്ധ അഗസ്റ്റിൻ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുവാനായിട്ട് പറ്റുകയില്ല. മനുഷ്യൻ്റെ ഒരു സഹകരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ ദൈവകൃപ കടന്നു വരുന്നതിന് തടസ്സം നിൽക്കുന്ന മേഖലകളെ മാറ്റുന്നതിന്, ക്ഷമയുടെ മേഖലകളെ ദൈവസന്നിധിയിലേക്ക് നീ ചേർത്ത് വെക്കുമ്പോൾ, നിൻ്റെ സഹകരണം അവിടെ ഉണ്ടാകുമ്പോൾ, നീ അങ്ങനെ ഒരു പ്രാർത്ഥന നിയോഗവുമായിട്ട് തമ്പുരാൻ്റെ പക്കലേക്ക് കടന്നു വരുമ്പോൾ ആ മേഖലയിൽ നിന്ന് ഈശോ നിൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കും. ദൈവകൃപ കടന്നു വരുന്നതിന് തടസ്സം നിൽക്കുന്ന, ക്ഷമിക്കാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളെയും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നീ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ, തമ്പുരാൻ അത് അനുഗ്രഹമാക്കി മാറ്റും, അഭിഷേകമാക്കി മാറ്റും. തീർച്ചയാണ്. പരിശുദ്ധ അമ്മയും നമ്മളെ ചേർത്ത് വയ്ക്കുകയാണ് ഈ ഒരു കൃപയിലേക്ക് നയിക്കുമ്പോൾ. ഓർക്കണം, പലപ്പോഴും പലരും സങ്കടത്തോടെ പറയുന്ന ആഗ്രഹമുണ്ട്, പറ്റണില്ല. ക്ഷമിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, അത് പറ്റണില്ല, സാധിക്കുന്നില്ല എന്ന് പലപ്പോഴും പലരും പറയുന്നതാണ്. പ്രിയമുള്ളവർ, എങ്ങനെ ഇത് നമുക്ക് സാധ്യമാകും? അവരെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഈശോയുടെ സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃക നമ്മുടെ മനസ്സിലുണ്ടാകണം. കുരിശിൻ്റെ വിരിമാറിൽ കിടന്ന് ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്ന തമ്പുരാൻ്റെ ഒരു ചിത്രം മനസ്സിലുണ്ടാകണം. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. തന്നെ ഒരു കാരണവും കൂടാതെ ക്രൂരമായി ദ്രോഹിച്ച് മരണത്തിലേക്ക് നയിച്ചവരെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിൻ്റെ സഹോദരനെ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നിൻ്റെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവമായിട്ട് മാറും. നിൻ്റെ സഹോദരങ്ങളെ നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നീ സമർപ്പിച്ചു കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമിക്കുവാൻ പറ്റാത്ത നിൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങളെ എടുത്തു മാറ്റി രക്ഷയുടെ അനുഭവത്തിലേക്ക് നിന്നെ നയിക്കുന്ന ദൈവം നിന്നോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദിനത്തിലെ ശുശ്രൂഷയിലൂടെ ആരോടെങ്കിലും പകയോ വെറുപ്പോ വിദ്വേഷമുണ്ടെങ്കിൽ നീ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഒന്ന്, എങ്ങനെ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കാം. ഒന്ന്, നമുക്കവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രണ്ട്,
എന്നെപ്പോലെ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കാത്ത ആയിരങ്ങളെ, പതിനായിരങ്ങളെ സമർപ്പിക്കുന്നു. അവരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ വരുന്ന ഈ ഒരു പ്രലോഭനത്തെ ഞാൻ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ തീർച്ചയായും ദൈവകൃപ അതിലൂടെ കടന്നു വരുമെന്നതിൽ യാതൊരു സംശയമില്ല. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർക്കാം. പ്രിയമുള്ളവരെ, ദിവികാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ടൊരുങ്ങുമ്പോൾ, കർത്താവെ, എന്നെ മുറിപ്പെടുത്തിയവരെ, എന്നെ വേദനിപ്പിച്ചവരെ ഞാനിതാ നിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. പൂർണ്ണമായി അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ പ്രവൃത്തിയായിട്ടും ഈ ഒരു നിയോഗം തന്നെ ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് 3 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി നമ്മൾ ഇന്നത്തെ പ്രവൃത്തിയായിട്ട് കാഴ്ചവെക്കുക. അതിലൊരെണ്ണം നമുക്കിപ്പോൾ അമ്മയുടെ മാധ്യസ്ഥം ചേർന്നങ്ങ് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ചേർന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ ചിന്ത ഉണ്ടാകട്ടെ. എന്നെ വേദനിപ്പിച്ചവരെ, മുറിപ്പെടുത്തിയവരെ ഈശോയുടെ ദിവികാരുണ്യത്തിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും ഈ ഒരു ഭാരം, സങ്കടം, പ്രയാസം ഈശോ ഉറപ്പായി നമ്മുടെ ജീവിതത്തിൽ എടുത്തു മാറ്റും. ദൈവകൃപ അതുവഴി നമ്മളിലേക്ക് കടന്നു വരും. പ്രാർത്ഥനയോടെ ദിവികാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനീശ്വേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനീശ്വേ, ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി നമ്മളെ അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവികാരുണ്യീശോയെ നോക്കുക. അങ്ങേ സന്നിധിയിൽ അല്പനേരം കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ കുടുംബമായി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ അങ്ങയുടെ കൃപകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ ഓരോരുത്തരെയും ധന്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അടുത്ത വരികളോട് ചേർന്ന് പാടാം. അങ്ങേ സന്നിധേ അല്പനേരം. സന്നിധിയൽപനേരം ജീവിപ്പതോ മകമാകമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതിക്കാളെത്ര മോഹനം. ചേർന്ന് പാടട്ടെ. അങ്ങേ സന്നിധിയൽപനേരം ജീവിപ്പതോ മകമാകമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതിക്കാളെത്ര മോഹനം. ചേർന്നെല്ലാവരും ആരാധന ആരാധന ആയിരം ആരാധന. നോക്കിക്കൊണ്ട് പാടികെ ശ്രമയർത്തി. ആരാധന ആരാധന ആത്മാ
സ്വയം നോക്കിക്കൊണ്ട് എല്ലാവരും ആരാധന ആരാധന യേശുവേ ആരാധന. താതനെ ആരാധന, പിതാവായ ദൈവത്തെ ആരാധിച്ച് ആരാധന ആരാധന താതനെ ആരാധന. സർവ്വീയർത്തേ ആരാധന ആരാധന താതനെ ആരാധന. ആത്മനെ ആരാധന, ഇരുകരങ്ങളെ നീട്ടി പരിശുദ്ധാത്മാവായ ദൈവമേ ആരാധന ആരാധിക്കുന്നു. ആത്മനെ ആരാധന. എല്ലാവരും ചേർന്ന് പാടിക്കേ. ആരാധന ആരാധന ആത്മനെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിച്ചുകൊണ്ട് പാടട്ടെ. ഹല്ലേലൂയ ഹൃദയത്തിൽ ഈശോയെ സ്തുതിക്കട്ടെ, അധരങ്ങളിൽ ഈശോയുടെ സ്തുതി ഗീതം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന, ഞങ്ങളുടെ ജീവിതത്തിൽ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ കൃപകളിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന കുടുംബ ബന്ധങ്ങളെ, കൂട്ടായ്മ ബന്ധങ്ങളെ ക്ഷമിച്ച് സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ, മടിയിൽ തുറന്നു വെച്ചോ. നിങ്ങൾക്ക് ഏറ്റവും ആരാധനയ്ക്ക് പ്രാർത്ഥിക്കുവാൻ അനുയോജ്യമായ വിധത്തിൽ നിങ്ങൾക്കായിരിക്കാം. കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമകനെ, പ്രിയമകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാ. ആ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ക്ഷമിക്കുന്ന സ്നേഹമാണ് അവിടുന്ന്. കുരിശിൻ്റെ വിരിമാറിൽ കിടന്നുപോലും പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ക്ഷമയുടെ സ്നേഹം നമുക്ക് കാണിച്ചു തന്ന ഈശോയ. കർത്താവേ, ഈ ദിനത്തിലെ വചനവിചിന്തനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിനക്കൊരു കുറവുണ്ട്. ദൈവകൃപ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് നിനക്കൊരു കുറവുണ്ട്. ക്ഷമിക്കുവാനായിട്ടുള്ള മേഖലകളുണ്ട്. കർത്താവേ, പലപ്പോഴും ഞങ്ങളുടെയും സങ്കടം അത് തന്നെയാണ്. ക്ഷമിക്കണമെന്നും സ്നേഹിക്കണമെന്നും ഒക്കെ ഒത്തിരി ആഗ്രഹമുണ്ട്, പറ്റാഞ്ഞിട്ട കർത്താവേ. ഞങ്ങളെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ചവരുടെ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ക്ഷമിക്കാൻ പറ്റണില്ല, പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. മനസ്സിൻ്റെ സമാധാനവും സ്വസ്ഥതയും എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. കർത്താവേ, ക്ഷമിക്കുന്ന സ്നേഹമായ ഈശോയെ, ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരങ്ങളൊന്ന് മടിയിൽ യാചനാപൂർവം തുറന്നു വെച്ച് ക്ഷമിക്കുവാൻ സ്നേഹിക്കുവാൻ പഠിപ്പിക്കണേ നാഥ. ഞങ്ങളെ ഓരോരുത്തരെയും ക്ഷമിക്കുവാൻ സ്നേഹിക്കുവാൻ പഠിപ്പിക്കണമേ. വരികളോട് ചേർന്ന് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. കേൾക്കാം നമുക്ക്. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ
പഠിപ്പിക്കണേ. ഈശോയെ നോക്കുമ്പോൾ ഈ ഒരു കൃപ, അഭിഷേകം നമുക്ക് ലഭിക്കുവാൻ, ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമുക്കൊന്നു ചേർന്നൊന്ന് പാടാം. ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ നാഥ ഞങ്ങളെ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. എല്ലാവരും ചേർന്ന് പാടിക്കേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളെ ഒന്നടയ്ക്കാം. സങ്കീർത്തന വചനം ഓർമ്മപ്പെടുത്തുന്നത് പോലെ ശത്രുവാണ് എന്നോടിത് ചെയ്തിരുന്നതെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എൻ്റെ പ്രാണപ്രിയനും എൻ്റെ കൂടെ നിന്നവനും എൻ്റെ ഉറ്റമിത്രവും എന്നോടിത് ചെയ്തപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. സ്വന്തമെന്ന് കരുതിയവർ, ഒരുപക്ഷെ കുടുംബ ബന്ധത്തിലുള്ളവർ പോലും ഒരിറ്റ് സ്വത്തിൻ്റെ പേരിൽ, ഒരു 2 സെൻറ്റ് 3 സെൻറ്റ് സ്ഥലത്തിൻ്റെ പേരിൽ, അതിർത്തി തർക്കങ്ങളിൽ, കർത്താവേ ക്ഷമിക്കുവാനുള്ള കൃപ നൽകണം. എന്നെ വേദനിപ്പിച്ചവർ, ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് വേദനിപ്പിച്ച ആരുടെയെങ്കിലും ചിത്രങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച്, കർത്താവേ എനിക്ക് ക്ഷമിക്കുവാനായിട്ട് ഈ ഒരു വലിയൊരു ഭാരം എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ. നമ്മൾ വചനത്തിൽ കണ്ടു, ലാസറിൻ്റെ കുഴിമാടത്തിങ്കലായിരിക്കുന്ന ഈശോ അവിടെ കൂടി നിന്ന ജനസമൂഹത്തോട് പറഞ്ഞ കല്ലെടുത്തു മാറ്റുവേ. നിന്നെ കൂടാതെ, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നമ്മളെ വിശുദ്ധ അഗസ്റ്റിൻ ഓർമ്മപ്പെടുത്തുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെച്ച്, നമ്മളെ വേദനിപ്പിച്ചവരെ, മുറിപ്പെടുത്തിയവരെയൊക്കെ മനസ്സിൽ ആ ഓർമ്മകൾ ഉണ്ടെങ്കിൽ അവയെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്ത്, കർത്താവേ ആ വലിയൊരു സങ്കടം, ഈ വലിയൊരു ഭാരം നിന്റെ തിരുരക്ത അഭിഷേകത്താൽ എന്നിൽ നിന്നും എടുത്തു മാറ്റണമെന്ന് ആഗ്രഹിച്ച് ചേർന്ന് പാടുന്നു. സ്വരമുയർത്തി, ക്ഷമിക്കുവാൻ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ചേർന്നൊന്ന് പാടിക്കേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ആരുടെയൊക്കെ ചിത്രങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരുന്ന അവരെല്ലാവരും സമർപ്പിച്ച് ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ച് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചൊന്ന് പാടിക്കേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കുവാൻ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ ചേർന്ന് എല്ലാവരും ചേർന്ന് എല്ലാവരും ചേർന്ന് ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയെന്ന് നോക്കിക്കേ. വചനം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന മത്തായിയുടെ സുവിശേഷം 5:23-24 തിരുവചനങ്ങൾ. നീ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുവാനായി കടന്നു വരുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു അവിടെ വെച്ച് തിരികെ പോയി സഹോദരനുമായിട്ട് രമ്യതപ്പെടുക. അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക. കർത്താവെ, ഞാൻ വേദനിപ്പിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ സാന്നിധ്യം ആരുടെയെങ്കിലും ജീവിതത്തിൽ സങ്കടത്തിന്, മുറിപ്പാടുകൾക്ക്, വേദനയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ കർത്താവേ, ആ നിമിഷങ്ങളെ, ആ വ്യക്തികളെ, ആ സന്ദർഭങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു, സാഹചര്യങ്ങളൊക്കെ സമർപ്പിക്കുന്നു. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് സ്വരമുയർത്തി പാടട്ടെ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ചേർന്ന് പാടട്ടെ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ഒരിക്കൽ കൂടി അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ
പഠിപ്പിക്കണേ. പ്രാർത്ഥനയോടെ കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ച് ദിവികാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ തമ്പുരാൻ വചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു ജീവിത മാതൃകയുണ്ട്. പൂർവ്വ യൗസേപ്പിൻ്റെ ജീവിത മാതൃക നമുക്കറിയാം. വചനത്തിൽ നമ്മൾ കേട്ടു, ഒത്തിരി സങ്കടങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നുപോയവൻ. പക്ഷേ അതിനെ ദൈവഹിതമായിട്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ, തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തന്നോട് മോശമായി പെരുമാറിയതിനെയൊക്കെ ദൈവ ഇടപെടലായിട്ട് കാണുവാൻ പാകത്തിന് വലിയൊരു വിശ്വാസത്തിൻ്റെ നിറവ്, ആഴമായ ബോധ്യങ്ങൾ നൽകി ദൈവം അനുഗ്രഹിച്ച പൂർവ്വ യോസേപ്പ്. കർത്താവേ, എൻ്റെ ജീവിതത്തിലും ഇതുപോലെ സങ്കടപ്പെടുത്തുന്ന, മുറിപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോട് ക്ഷമിക്കുവാനായിട്ട്, അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവകൃപ ഒഴുക്കുന്ന വഴികളാക്കി ദൈവം അതിനെ രൂപാന്തരപ്പെടുത്തുമെന്ന് വിശ്വസിക്കുവാൻ പാകത്തിനുള്ള ആത്മീയ ബോധ്യം നൽകി, ആത്മീയ ഉൾക്കാഴ്ച നൽകി എന്നെ അനുഗ്രഹിക്കണമേ നാഥ. എൻ്റെ അനുദിന ജീവിതത്തിൽ കൊച്ചു കൊച്ചു ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ഇപ്രകാരമുള്ള ജീവിത അനുഭവങ്ങളെ പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്തുവാൻ, ദൈവിക ഇടപെടലാക്കി മനസ്സിലാക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന നിയോഗം നമ്മളെ വേദനിപ്പിച്ചവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾക്കുപ്പാം, കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സങ്കടപ്പെടുത്തിയവരുണ്ടാകാം, മുറിപ്പെടുത്തിയവരുണ്ടാകാം, നമ്മളോട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ളവരുണ്ടാകാം. അവരെല്ലാവരും നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. തമ്പുരാൻ്റെ ആ ക്ഷമിക്കുന്ന സ്നേഹം അത് ജീവിതത്തിൽ അനുഭവിക്കുവാൻ, നമ്മുടെ ഭാരങ്ങളെ, പ്രയാസങ്ങളെ എടുത്തു മാറ്റുവാൻ നാഥ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ചേർന്ന് പാടുന്നു. ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ ഒരിക്കൽ കൂടെ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. എല്ലാവരും ചേർന്ന് ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. പ്രിയമുള്ളവരെ, ഗലാത്യ ലേഖനം 5:22-23 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും കൃപയൂറുന്നൊരു ഫലമാണ് ക്ഷമിക്കുവാനുള്ള വലിയ ഒരു ദൈവകൃപ. പരിശുദ്ധാത്മാവായ ദൈവമേ, അരൂപിയായ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കൂടെയുള്ളവരെ മനസ്സിലാക്കുവാനും ഒക്കെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തുടർന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ദിവികാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാവരും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവ്, ആത്മാവിൻ്റെ വലിയൊരു ജ്വലനം, ആത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരുവാൻ, ക്ഷമയോടെ മറ്റുള്ളവരോട് പെരുമാറുവാനായിട്ടുള്ള വലിയൊരു അഭിഷേകം യാചിച്ചുകൊണ്ട് നമുക്കറിയാവുന്ന ഗാനം അരൂപിയാൽ നിറയാൻ കവിയാൻ, സന്തോഷത്തോടെ ഉണർവോടെ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള ബോധ്യത്തോടുകൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സ്ലീഹന്മാരോട് ചേർന്ന്, സകല വിശുദ്ധരോടും ചേർന്ന് നമുക്ക് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അരൂപിയാൽ നിറയാൻ കവിയാൻ. നമുക്കിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് കരമടിച്ച് പാടി പ്രാർത്ഥിക്കാം. ഉണർവോടുകൂടെ, സന്തോഷത്തോടുകൂടി. അരൂപിയാൽ ദൈവമേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. അരൂപിയായി ഈശോയെ ആരാധിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. അരൂപിയാൽ നിറയാൻ കവിയാൻ വരും നിദാനങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. അരൂപിയാൽ നിറയാൻ കവിയാൻ വരും നിദാനങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. ഒരിക്കൽ കൂടി. അരൂപിയാൽ
വരുന്നിതാ ഞങ്ങൾ. അരൂപിതൻ വരവും കൃപയും കരുത്തുമേകണമേ. നിന്നെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവിനെ നിറവൊഴുകണമേ. ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവിന്റെ ഫലങ്ങളാൽ ഞങ്ങൾ നിറയപ്പെടുവാൻ, പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ക്ഷമിക്കുവാനുള്ള വലിയൊരു കൃപയും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാനായിട്ട് അനുവദിക്കുകയില്ല. കാരണം എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ പക്കലേക്ക് അയക്കും. ഈ വാഗ്ദാന വചനത്തിന്റെ അഭിഷേകം ഞങ്ങളിൽ പൂർത്തീകരിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ചേർന്ന് പാടുന്നു. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. അനാഥരായി വിടുകില്ല, അറിഞ്ഞുകൊള്ളൂ നിങ്ങൾ. അയച്ചിടും മമതാതൻ സത്യാത്മാവിനെ എന്നും. അനാഥരായി വിടുകയില്ല, അനാഥരായി വിടുകില്ല, അറിഞ്ഞുകൊള്ളൂ നിങ്ങൾ. അയച്ചിടും മമതാതൻ സത്യാത്മാവിനെ ഉണർവോടെ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. 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 പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ഹൃദയത്തിൽ സ്തുതിച്ച് പാടി പാടി പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്ഷമയോടെ മുന്നേറുവാൻ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ശരര ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരുകരങ്ങളും ശിരസ്സോട് ചേർത്ത് വെച്ച്, ഇരുകരങ്ങളെ ശിരസ്സോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച്, ആത്മാവായ ദൈവമേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. വരികളോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. പാടി പ്രാർത്ഥിച്ച വരികൾ ഒരിക്കൽ കൂടി ശാന്തമായി നമ്മൾ ചേർന്ന് പാടുന്നു. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ആത്മാവായ ദൈവമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ആത്മാവിൻ്റെ നിറവ്, ക്ഷമിക്കുവാൻ സ്നേഹിക്കുവാനുള്ള കൃപയായി നമ്മളിലേക്ക് ഒഴുകി വരുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ
പ്രത്യേകിച്ച് നമ്മൾ സമർപ്പിക്കുന്ന നിയോഗം, നമ്മളെ വേദനിപ്പിച്ചവരെ, മുറിപ്പെടുത്തിയവരെ ഒക്കെ നമ്മൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക്, വിമല സംഗീത ശുശ്രൂഷയിലേക്ക് അയച്ചു തന്നിട്ടുള്ള ഒത്തിരി നിയോഗങ്ങളുണ്ട്. ഇത് ഭർത്താവിൻ്റെ രോഗങ്ങൾ മാറുവാൻ, മക്കളുടെ ജോലി തടസ്സം മാറുവാൻ, വിവാഹ തടസ്സം മാറുവാൻ ഇതാ പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതൊരു ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസ്വസ്ഥതകൾ മാറുവാനായിട്ട്, അത് നഷ്ടപ്പെട്ടു പോയി, അത് തിരികെ ലഭിക്കുവാനൊക്കെയുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മറ്റൊരു നിയോഗം. ഇത് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന്, ഒപ്പം കുടുംബ സമാധാനം, പുകവലി, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ആ കുടുംബത്തെ നമുക്കൊന്ന് ഓർക്കാം, സമർപ്പിക്കാം. കുടുംബസമാധാനം ഉണ്ടാകുവാൻ, ഈ അസ്വസ്ഥതകളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ബിസിനസ്സിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ, സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാനായിട്ട്, വിദ്യാഭ്യാസ സ്ഥാപനം അതിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ടൊരു പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഇത് സഹോദരിയുടെ ശാരീരിക രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന നിയോഗം ലഭിച്ചിട്ടുണ്ട്, സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞിനെ കൂടെ ഭവനത്തിൽ ലഭിക്കുവാനായിട്ട്, ഒരു കുഞ്ഞുകൂടെ കിട്ടുവാനായിട്ടുള്ള ആഗ്രഹം എല്ലാ ദമ്പതികളെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് മക്കളില്ലാത്തവരെ സമർപ്പിക്കാം. ഇനി ഒരു കുഞ്ഞുകൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ, കുഞ്ഞുങ്ങളുണ്ടാകുവാനായിട്ട് നമുക്ക് സമർപ്പിക്കാം. മാതാപിതാക്കളുടെ രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനാ നിയോഗം, പ്രിയമുള്ളൊരു ഒത്തിരി നിയോഗങ്ങളുണ്ട്. അച്ഛനെല്ലാം ഈ ദിവികാരുണ്യത്തോടെ അങ്ങോട്ട് ചേർത്ത് വെക്കുക. ഈശോയെ, അങ്ങ് അറിയുന്നുണ്ടല്ലോ നിയോഗങ്ങളൊക്കെ, കരങ്ങൾക്കൊപ്പാം. നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ സമർപ്പിക്കാം. നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ഈശോയുടെ ദിവികാരുണ്യ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ പൊന്നുതമ്പുരാനെ, ക്ഷമിക്കാനുള്ള കൃപ നൽകണമേ, സ്നേഹിക്കാനുള്ള കൃപ നൽകണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ, പൂരിതരാക്കണമേ. നമ്മൾ ഈ ഈരടികൾ തന്നെ പാടി പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. ഞങ്ങളോട് വലിയ കാരുണ്യം കാണിക്കണമേ. നമ്മൾ പാടി ഈരടികൾ ഒന്നുകൂടെ ചേർന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരുണ്യീശോയുടെ കൃപ തുളുമ്പുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി. നമ്മെ മുറിപ്പെടുത്തിയവരോട് ക്ഷമിക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി 3 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടുകൂടി 9601
581-8881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.